ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വാരണാസിയുടെ വ്ളോഗ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കുറേ നാൾ കാത്തിരുന്ന് പോയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകൾ നമ്മൾ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കണം, സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ അങ്ങനത്തെ കാര്യമൊന്നുമല്ല, നമ്മൾ കുഞ്ഞിതായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കയറണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും മസ്റ്റ്. അപ്പോൾ നമുക്കവിടെ പലതരം വെറൈറ്റി ഫുഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിലൊന്നൊരു കൺട്രോൾ എന്തായാലും വേണ്ടത് നല്ലതായിരിക്കും. കാരണം കുറേ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടും, പക്ഷേ ഒന്ന് കൺട്രോൾ ചെയ്യാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന് നന്നായിട്ട് പ്രശ്നം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേ അത്ര വൃത്തിയുള്ള ഒരു ഇതൊന്നല്ല നമുക്ക് ഇപ്പം തരുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ഫസ്റ്റത്തെ കാര്യം, നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടുള്ള കാര്യം ഞാൻ ഫസ്റ്റ് പറയാം. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് SF പട്ന എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിലാണ്, വീക്കിലി 1 ഡേ ഉള്ളൊരു ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ബോർഡിങ് ചെയ്തത്. തൃശ്ശൂർ തൊട്ടിട്ട് പട്നയിലേക്ക് പോകുന്നതാണ്, ബീഹാറിൽ പട്നയിൽ. അപ്പോൾ വലിയ വൃത്തിയുള്ള ട്രെയിനൊന്നുമല്ല, പക്ഷേ ഒരു സെക്കൻഡ് AC നെങ്കിലും നിങ്ങൾ മിനിമം എടുക്കുകയായിരിക്കും നല്ലത്. സെക്കൻഡ് AC ഓർ തേർഡ് AC. അപ്പോൾ അതെങ്കിലും മിനിമം എടുത്ത് പോവുമായിരിക്കും നിങ്ങൾ നല്ലത്. വാരണാസി പോകുമ്പോൾ 2 ദിവസമൊക്കെ ട്രെയിനിൽ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അത് ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കാം. അതായത് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം നല്ലത് എന്ന് പറയാനുള്ള ഒന്ന് സെക്കൻഡ് AC അല്ലെങ്കിൽ തേർഡ് AC എങ്കിലും മിനിമം നിങ്ങൾ എടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഫുഡ്, ബ്രെഡോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഒരു കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികളുടെ എല്ലാവരുടെയും സ്വഭാവമാണ്. കാരണം നമ്മൾ ചോറ് കഴിച്ചിട്ടുള്ള ശീലിച്ചിട്ടുള്ള ആൾക്കാരായ കാരണം നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡ് അങ്ങനെ പറ്റില്ല. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചില ആൾക്കാർക്ക്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുഡിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് അല്ലെങ്കിൽ ന്യൂട്ടെല്ല അല്ലെങ്കിൽ പീനട്ട് ബട്ടർ, പഴം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കയ്യിൽ കരുതാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ സൊമാറ്റോ അങ്ങനത്തെ സംഭവങ്ങളുള്ള കാരണം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ട്രാവലിംഗ് എക്സ്പീരിയൻസ്, വലിയ പ്രശ്നമില്ല. പിന്നെ 2 ദിവസമാണ് ട്രെയിനിലിരിക്കുക. നമ്മൾ പിറ്റേന്ന് പുലർച്ചെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതേ സമയത്ത് തന്നെയാണ് എത്തുന്നത്. 2 മണിയോട് കൂടിയിട്ടാണ് പട്നയിൽ നമ്മൾ വാരണാസി ജംഗ്ഷനിൽ നമ്മൾ റീച്ച് ചെയ്യുന്നത്. വാരണാസി നിന്നിട്ട് 4 കിലോമീറ്ററാണ് വാരണാസി കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ അവിടേക്കും ഈ ഘട്ടുകൾ കാണാനുള്ള സ്ഥലത്തേക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ നിന്ന് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മളതിനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഓട്ടോറിക്ഷക്കാർ വരും. അതായത് നമുക്ക് 50 രൂപ തുച്ഛമായ നിരക്കിൽ നമ്മൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം ഞാൻ പിന്നീട് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് എന്തായാലും കാണുക. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ട്രാവലിംഗ് ആണ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ഇവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ രാത്രി സമയത്ത് നമ്മൾ അപ്പം തന്നെ ആ സമയത്ത് തന്നെ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടാവും. റിക്ഷക്കാരും മോട്ടോർ വെഹിക്കിൾസ് ആൾക്കാരും ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിക്ഷയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒന്നിറങ്ങി അസിഘട്ട്, കാശി വിശ്വനാഥ ടെമ്പിൾ ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ റൂം എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഡോർമെറ്ററി റൂംസ് അവൈലബിൾ ആണ്. ബാച്ചിലേഴ്സ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, കപ്പിൾസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1200 തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. 1100 നമ്മളിങ്ങനെ എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് കുറവിന് കിട്ടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ഈ റൂമിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില റൂമുകൾ ചിലപ്പോൾ പുറത്തായിരിക്കും ബാത്റൂം. ഉള്ളിൽ ചിലപ്പോൾ ബാത്റൂം കിട്ടുന്നത് ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയിരുന്നില്ല. പക്ഷേ 1200 രൂപ സംതിങ് മേടിച്ചു. നമ്മുടെ 1300 തോന്നുന്നു അല്ലേ, 1300 സംതിങ് മേടിച്ചു. ഓക്കെ, അപ്പം 1200. അപ്പം നമ്മളിൽ നിന്ന് 1200 രൂപയാണ് മേടിച്ചത്. പക്ഷേ നമുക്ക് പുറത്തായിരുന്നു ബാത്റൂം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബാത്റൂം ഫെസിലിറ്റി ഒക്കെ നമ്മുടെ റൂമിനുള്ളിലുള്ള ബാത്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബെറ്റർ ഓപ്ഷൻ. അതായത് കപ്പിൾസായിട്ട് പോകുന്നവർ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക്. പിന്നെ ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 200 മുതൽ സ്റ്റാർട്ടിങ്, 300 മുതൽ സ്റ്റാർട്ടിങ്ങുള്ള ഡോർമെറ്ററി റൂംസുകൾ അവൈലബിൾ ആണ്.
ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ അസീഘട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസീഘട്ടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും കുറച്ച് ദൂരമുണ്ട് കാശി വിശ്വനാഥ്. അസീഘട്ടിൽ നിന്ന് കാശി വിശ്വനാഥ ടെമ്പിളിലേക്കൊരു 7.7 കിലോമീറ്ററോ അങ്ങനെ ഇത്രയും കൂടെ ഉള്ളൂ, അതായത് 700 മീറ്ററോ അത്രയും കൂടെ ഉള്ളൂ. പക്ഷേ നമ്മൾ റിക്ഷ കുറച്ച് ദൂരം നമ്മൾ നടന്ന് ഇതാക്കാന്നുണ്ടെങ്കിൽ ഒന്ന് റിക്ഷയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ നടക്കാനുള്ള ദൂരമേ നമുക്ക് നടക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നടന്ന് കാണുകയായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് ഫസ്റ്റ് നമ്മൾ അവരോട് വില പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ട്രാവൽ ചെയ്യാം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിനുശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിലൊരു ക്ലാഷാവും, നമ്മളവിടെ അടി ഉണ്ടാക്കേണ്ടി വരും. കാരണം അത്രയ്ക്കധികം പ്രൈസ് ചിലപ്പോൾ അവർ പറയും. നമ്മൾ കയറിയതിന് ശേഷമാണ് നമ്മൾ ബഡ്ജറ്റ് ഇതാക്കുന്നത്. അപ്പോൾ കയറുന്നതിന് മുന്നേ ഇത്ര രൂപയ്ക്കാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കയറാം. പിന്നെ ഉള്ള കാര്യമാണ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡുകൾ. അതായത് നിരവധി വെറൈറ്റി ഫുഡുകളും സ്ട്രീറ്റ് ഫുഡ്സുകളും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ മനസ്സിനും നമ്മുടെ വായനയും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക ഈ കാര്യത്തിൽ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയറിനൊക്കെ പ്രശ്നം വരാവുന്ന രീതിയിൽ ആ ഫുഡിന് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് ഈ ഫുഡിൻ്റെ കാര്യം. നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ വഴിയോരത്തൊക്കെ നമ്മളോട് ലോക്കർ സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ബാഗ് അല്ലെങ്കിൽ നമ്മുടെ ഫോണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും എന്താ പറയുക തലയിടേണ്ട കാര്യമില്ല, നമ്മൾ അതിലേക്ക് എത്തിപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ 4th ഗേറ്റിൽ ഗവൺമെൻറ്റിൻ്റെതായിട്ട് നമ്മളിപ്പോൾ ദേവസ്വം അങ്ങനെയൊക്കെ പറയില്ല, അപ്പോൾ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ തന്നെ ലോക്കർ സംവിധാനം അവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് വെക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വെക്കണമെന്ന് പറയുന്നത് വെച്ചാൽ, ഇവിടെ ഫ്രീ ആണ്, നമുക്ക് ലോക്കർ സംവിധാനമൊക്കെ ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ എന്തെങ്കിലും പൂക്കൊട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് അവർ നിർബന്ധമായിട്ടും മേടിപ്പിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ലോക്കർ സംവിധാനം ഓൾറെഡി ഉള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വാരണാസിയിൽ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്നതാണ് ഈ ബാങ്ക്. ഇപ്പോൾ സീസണും കൂടിയാണ്. അപ്പം ഞങ്ങൾ അന്ന് പോയിരുന്ന സമയത്ത് ബാങ്ക് കാര്യങ്ങളില്ല. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ വലിയ താല്പര്യമില്ല. എന്നാലും ബാങ്കും ധണ്ടായും അതിൻ്റെയൊക്കെ ഒരു സീസണാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള കടകളിൽ നിന്ന് മാത്രം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കാം. പിന്നെ ഉള്ളൊരു കാര്യമാണ്, ആര് നമ്മുടെ അടുത്ത് വന്ന് അധികം അമിതമായിട്ടുള്ളൊരു സ്നേഹം കാണിച്ചാലും നമ്മൾ അതിലൊന്നും വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം എന്തൊക്കെയായാലും നമ്മുടെ നാടല്ല, നമുക്കറിയുന്ന ആൾക്കാരല്ല. അപ്പോൾ അവരെന്തെങ്കിലും നമ്മളോട് സ്നേഹപ്രകടനമായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കാം. അതേപോലെ ഒരു അനുഭവം എനിക്ക് വാരണാസിയിലുണ്ടായി. ഞങ്ങൾ അമ്പലത്തിൽ പോയി കൈയൊക്കെ ഇതാക്കി, കയ്യിൽ പൂവളത്തിൻ്റെ എന്തൊരു ചെടിയൊക്കെ ഇട്ട് തന്ന്. ആളെന്തോ ഹിന്ദിയിൽ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഹിന്ദി വലിയ കാര്യങ്ങൾ അറിയില്ല. ഞങ്ങൾ ആംഗ്യ ഭാഷയിലായിരുന്നു വാരണാസി മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ഡൽഹിയും ഇതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ആ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കയ്യിലൊരു പൂവും തന്ന് കുറേ കാര്യങ്ങളാണ് സംസാരിച്ചു. ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു 500-ൻ്റെ രൂപ വെക്കൂന്ന് പറഞ്ഞു. 500-ന് 2 നോട്ടോ 3 നോട്ടോ വെച്ചോളൂ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ലോക്കറിൽ പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് എന്തുതന്നെയായാലും ഞങ്ങൾ വെക്കില്ല പൈസ. പിന്നെ ഞങ്ങൾ പറഞ്ഞു ലോക്കറിലാണ് ഈ പൈസ എന്ന് പറഞ്ഞ പൈസ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ഈ പൂവ്. അപ്പോൾ അവരെന്തെങ്കിലും മനസ്സിൽ ലക്ഷ്യം കാണാണ്ട് നമ്മളിവിടെ അമൃതമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം അവർ കാണിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ആരെയും വിശ്വസിക്കേണ്ട എന്നല്ല, പക്ഷേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആൾക്കാരെ നിശ്ചയിക്കാം. അപ്പോൾ എല്ലാവരും പൊട്ടുക എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്കറിയാത്ത അറിയാത്ത രാജ്യമല്ല, അറിയാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാരണാസി ട്രിപ്പ് വ്ലോഗിൽ ഞങ്ങൾക്ക് അമ്മണി പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും കൂടിയും ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇനി പോകുന്നവർ എന്തായാലും വാരണാസി ഒരിക്കലെങ്കിലും കാണണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ കുറേ പേരുടെ, എൻ്റെ എന്ന് മാത്രമല്ല കുറേ പേരുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനും കൂടിയാണ് ഈ വാരണാസി എന്ന് പറയുന്നത്. അപ്പോൾ
എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലങ്ങളാണ് ഈ വാരണാസി, കാശി, ബനാറസ് അങ്ങനെയൊക്കെ ഇത്. പിന്നെ ട്രാവലിംഗ് എന്ന് പറയുന്നത് എപ്പോഴൊരു സന്തോഷം നമുക്ക് തരുന്നൊരു കാര്യം തന്നെയാണ്. അതായത് സന്തോഷം മാത്രമല്ല, നമുക്ക് കുറേ മെമ്മറീസ് തരുന്ന ഒരു കാര്യമാണ്. പിന്നീടൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചിരി വരുത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കും. പിന്നെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഒരു റിക്ഷക്കാരനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞത് 150 രൂപയാണ്. അതായത് 50 രൂപയായിരുന്നു ഇവിടെ ഉള്ളത്, 150 രൂപയായിരുന്നു അങ്ങോട്ട് പോകാൻ. പക്ഷെ പിന്നീടാണ് മനസ്സിലായ റൂമുകൾ നമുക്ക് 1200 രൂപ എന്നുള്ളത് പറഞ്ഞത്. ബാക്കി ഈ 200 രൂപ, ശരിക്കും 200 രൂപ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരൻ്റെ കമ്മീഷനാണ്. ആരാണ് നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത്, ആളുടെ കമ്മീഷനാണ്. അപ്പോൾ എന്താ പറയുക, റൂമുകളൊക്കെ അത്രയും നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് നമുക്ക് എന്തായാലും കിട്ടുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2-3 വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ തുടക്കക്കാരിയാണ്. അപ്പോൾ എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.